കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നമ്മളൊക്കെ ഈ വെയിലത്ത് കൂടെയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖമൊക്കെ കത്തി കരിവാളിച്ച് ഭയങ്കരമായിട്ട് കരിഞ്ഞ് നമ്മളിങ്ങനെ ടാനൊക്കെ അടിച്ചിരിക്കത്തില്ലേ. അപ്പോൾ അതാ നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്ക് കിഴങ്ങ് വെച്ചിട്ട് എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളി ഫേസ് പാക്കാണ്. അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ കിഴങ്ങിൻ്റെ ഒരുപാട് കഷ്ണമൊന്നും വേണ്ട. നമുക്ക് ഒരു കുഞ്ഞ് കഷ്ണം കിഴങ്ങ് ഒന്ന് വട്ടം മുറിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. തൊലി കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം ഈ കിഴങ്ങിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കിഴങ്ങിലെ വെള്ളം തന്നെ മതി. കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറക്കി കഴിഞ്ഞ് കഴിയുമ്പം നന്നായിട്ട് കറക്കണം കേട്ടോ. കറക്കി കഴിയുമ്പം ഈ കിഴങ്ങിൽ നിന്ന് തന്നെയുള്ള അതിൻ്റെ വെള്ളം നല്ല രീതിയിൽ തന്നെ ഊർന്നു വരും. അപ്പം ഈ ഊർന്നു വരുന്ന ഈ വെള്ളം നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പാല് പോലെയുള്ളതിൻ്റെ വെള്ളം ഊർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. എത്ര കരിവാളിപ്പുള്ള മുഖമൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ടാനൊക്കെ മാറി നല്ല നിറം വെക്കാനായിട്ട് അടിപൊളി പാക്കാണേ. കുട്ടികൾക്കും തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെഴുതുപോലെ ചാറ് പിഴിഞ്ഞെടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ മുൾട്ടാണി മിട്ടി നമുക്ക് എല്ലാ ആയുർവേദ അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെക്കാനായിട്ട് അടിപൊളിയാണ്. നമുക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ വൈറ്റ് ആവാനായിട്ട് നല്ലതാണ്. അപ്പോൾ എത്ര കരിവാളിപ്പും നമുക്ക് ഇങ്ങനെ വെയിലൊക്കെ അടിച്ചിട്ട് ആനൊക്കെ അടിച്ചിരിക്കുന്ന ഫേസൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഈ ഒരു മുൾട്ടാണി മിട്ടി വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ബോയ്സിനും തേക്കാം കേട്ടോ. ഗേൾസിന് മാത്രമല്ല ബോയ്സിനും തേക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 സ്പൂൺ ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. റൈസ് പൊടി കേട്ടോ. അപ്പം നമ്മൾ ഈ അപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുഖത്ത് കൂടെ വരുന്ന ഈ ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടല്ലോ, അത് മാറാനായിട്ട് നല്ലതാണ് ഈ അരിപ്പൊടി ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഈ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഈ കഞ്ഞിവെള്ളമാണെങ്കിലും റൈസ് പൗഡർ ആണെങ്കിലും സ്കിന്നിനെ നിറം വെക്കാൻ അടിപൊളിയാണ്. അപ്പം ഈ വറുത്ത അരിപ്പൊടി 2 സ്പൂണാണെങ്കിൽ ചേർത്ത് കൊടുത്തോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വീട്ടിൽ പൊടിച്ചേക്കുന്ന മഞ്ഞളുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ. പിന്നെ ചില ആളുകൾക്ക് മുൾട്ടാണി മിട്ടി ഫേസിലിടുമ്പം ഒരു ഡ്രൈനെസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് സ്കിന്നിൽ ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആയുർവേദ ഷോപ്പിൽ നിന്ന് നിങ്ങൾ എന്തായാലും മുൾട്ടാണി മിട്ടി വാങ്ങുമല്ലോ. അപ്പോൾ അന്നേരം നിങ്ങൾ അവിടെ നിന്ന് വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി വാങ്ങാം കേട്ടോ. ഈ ഗ്ലിസറിൻ നമുക്ക് സ്കിന്നിൽ എത്ര പ്രായമായാലും നമുക്ക് സ്കിന്നിൽ ഈ ചുളിവുകളൊന്നും വീഴത്തൂല. നമ്മളെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും അതിൽ 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഫേസിലിട്ട് കൊടുക്കുന്നതെങ്കിൽ സ്കിന്ന് എപ്പോഴും നല്ല സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയിട്ട് സ്കിന്നിരിക്കും. നമുക്കിങ്ങനെ ഡ്രൈനെസ് വരത്തില്ല. ചില സ്കിന്നിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ആയിട്ട് മുരിച്ചിലൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുൾട്ടാണി മിട്ടി ചേർത്തെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പം 2 തുള്ളി ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഗ്ലിസറിൻ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരം നന്നായിട്ട് ഇങ്ങനെ തേച്ച് പാക്കിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഒരുപാട് ഡ്രൈ ആക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കഴിക്കും. സ്കിന്നിന് നല്ല രീതിയിൽ ടാനൊക്കെ മാറിയിട്ട് സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് അടിപൊളി പാക്കാണ്. അപ്പം ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്യാം. പിന്നെ കുട്ടികൾക്കും തേക്കാം. ഒരു രീതിയിൽ സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ സ്കിന്നൊക്കെ നമുക്ക് വൈറ്റായി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ കെമിക്കലോ ഇതൊക്കെ വാരി മുഖത്ത് തേക്കുന്നതിലൊക്കെ ഒരുപാട് നല്ലതാണ്. നാച്ചുറലായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഫേസ് പാക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ഡാർക്ക് മാറി ടാനൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ സ്കിന്നിന് നിറം വെക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബൈ.